ഹലോ ഗെയ്സ്, ഇത് നമ്മൾ രാവിലെ നമ്മളെ മഞ്ചേരി ഇളക്കോലിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മീൻ പിടുത്തം നോക്കാം എന്താ കിട്ടുന്നതെന്ന്. ഇതാ ഷാജിയേട്ടനും പിന്നെ സുനിയേട്ടനും വല ഇളക്കുന്നുണ്ട്. മീൻ വല കാണുമ്പോൾ തുള്ളാൻ തുടങ്ങി. ഇന്ന് ഭയങ്കര അടിപൊളി മീൻ പിടുത്താണ്. ഇപ്പോൾ നമ്മൾ ഷാജിയേട്ടൻ കൂട്ടയിലെടുത്തിട്ട് പോകുന്നുണ്ട്. കാരണം മീനെ വല ഇളക്കിയിട്ട് കിട്ടുന്നില്ല. എല്ലാ മീനും ഭയങ്കര ജമ്പിങ് ആണ്. വല കണ്ടാടോ അപ്പാട് പറക്കേന്ന് മേലെ കൂടെ തുളുന്നാണ്ടാ. അതാ വീണ്ടും രണ്ട് തുള്ളലി. ഇപ്പൊ നമുക്ക് നോക്കാം. മീൻ ഭയങ്കര തുള്ളലാണ്. ഒരു രക്ഷയില്ല, മീനെ പിടിക്കാൻ ഒരു രക്ഷയില്ല. അതാ എല്ലാം വലക്ക് പുറത്തേക്ക് തുള്ളിപ്പോയിന്ന്. ഇവരിപ്പം വല ഇളക്കി കഴിഞ്ഞു. കാരണം വല വെള്ളത്തിലിട്ടിട്ട് മീനെ കിട്ടുന്നില്ല. മീനല്ലേ ഇതോടെ തുള്ളിപ്പോയിന്ന്. ഇതെന്ത് ചെയ്യാ? ഇനി വേറെ എന്തെങ്കിലും സംവിധാനം കണ്ടുപിടിക്കേണ്ടി വരും ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വടിയെടുത്തിട്ട് തല്ലാൻ നിൽക്കേണ്ടി വരും, ഇങ്ങനെ തുള്ളുന്നതിനെ തച്ചിട്ട് പിടിക്കാൻ. അല്ലാണ്ട് പിന്നെ എങ്ങനെ പിടിക്കുക? എന്തായാലും വല ഇളക്കിയിട്ട് ഒരു കാര്യമില്ല. ചെറിയ ചെറിയ കുഞ്ഞു മീനും കൊടുക്കുന്നല്ലാണ്ട് ബാക്കി എല്ലാവരും തുള്ളിപ്പോയെന്ന്. എല്ലാവരും നേരത്തെ ട്രെയിനിങ് എടുത്തിട്ട് തുള്ളും പോലെയാണ്. ഫുള്ള് വല കണ്ട ഒരേ അറഞ്ചം പറഞ്ഞ തുള്ളല്, ഒരു രക്ഷയില്ല. ഇതാ അവസ്ഥ, വലയിളക്കിയിട്ട് ഒരു രക്ഷയില്ല. എല്ലാ മീനും ഒരേ തുള്ളലി കണ്ട. അയ്യോ, ഇതാ ഒന്ന് മേത്തേക്ക്, അയ്യോ മേത്തടിച്ച്. ഇത് നമ്മളെ ക്യാമറ ഒക്കെ ഒരു മീൻ തുള്ളി അടിച്ചിട്ടുണ്ട്. ഫോൺ കയ്യിലില്ലെങ്കിൽ അതിന് അങ്ങനെ പിടിക്കായിരുന്നു. പക്ഷെ ഫോൺ കയ്യിലില്ലതുകൊണ്ട് അതിനെ പിടിക്കാൻ പറ്റിയില്ല. അതങ്ങ് പോയി. വലിയ മീനാ. അത് പെട്ടെന്ന് തുള്ളി കൊണ്ട് റെഡിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല, പേടിച്ചു പോയി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ മേത്തേക്ക് വരുന്നില്ല. ശരിക്കും മീൻ പിടിക്കണമെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വരേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. മേത്ത് കൊള്ളുമ്പോൾ നല്ല വേദനയുണ്ട്. നല്ല വലിയ മീനാണ്. ഇപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ മീൻ പിടുത്തം എങ്ങനെയാന്ന് നോക്കാം. മിക്കവാറും വലയിലൊന്നും കിട്ടലുണ്ടാവില്ല. എല്ലാ മീനും ഇതുവരെ തുള്ളിപ്പോയിന്ന്. ഇതിനെ പിടിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേണ്ടി വരും. അതാ എല്ലാം തുള്ളി തുള്ളി തുള്ളിപ്പോയിന്ന്. വല ഇളക്കിയിട്ട് കാര്യമില്ല. ഇവരിങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് കൂടെ തുള്ളിപ്പോകുന്നതാണ്. പിന്നെ വല ഇളക്കിയിട്ട് എങ്ങനെ പിടിക്കുക? ഇവര് വല ഇളക്കിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. എന്താ ചെയ്യാ, എന്താ പരിപാടി? ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാന്നില്ല അവസ്ഥയാണ്. ഷാജിയേട്ടൻ കൂട്ടിയെടുത്ത് നടക്കുന്നതിലാണ്ട് കൂട്ടയിൽ മീനില്ല. പിന്നെ ഇങ്ങനെ ചെറിയ മീനെല്ലാം ഇങ്ങനെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിന് ഇങ്ങനെ എടുക്കാന്നേ ഇല്ലു. എന്നാലും നമ്മൾ പരമാവധി പറ്റുന്നത്ര പിടിക്കും. കാരണം എല്ലാവരും തുള്ളിപ്പോയാൽ നമ്മൾ വലയിളക്കിനെ കൊണ്ട് ഒരു കാര്യമില്ലല്ലോ. നമുക്ക് നോക്കാം, എന്താ അവസ്ഥ നോക്കാം. എന്തായാലും വലയിളക്കിയിട്ട് കാര്യമില്ല. മീൻ തുള്ളുന്നതൊക്കെ കാണാലോ. നിങ്ങൾ നോക്ക്, മീൻ തുള്ളുന്നത് നോക്ക്. ഇതിപ്പം വലയിളക്കി മീൻ പിടിക്കലല്ല, വലയിളക്കി മീനെ തുള്ളിക്കില്ല. ഇത് ഷാജിയേട്ടൻ ഇടുന്ന് കളിക്കുന്നു, മീനെ ഓടിച്ചളിക്കുന്നു. കൂട്ടുകാർ ക്യാച്ച് പിടിക്കാനെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. മീൻ അറഞ്ചം മുറഞ്ഞ തുള്ളില്ല. അപ്പുറത്ത് സുനിയായിട്ട് വടിയെടുത്തിട്ടാണ് നിൽക്കുന്നത് മീനെ തല്ലാൻ. അല്ലാണ്ട് വലയിളക്കിയിട്ട് മീൻ കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. ഇതാ എല്ലാം വലേന്റെ പുറത്ത്. എല്ലാവരും തുള്ളുന്ന മീനെ കിട്ടുമോ നോക്കലായി. അല്ലാണ്ട് വലയിളക്കിയിട്ട് ഒരു മീനെ പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. എന്തായാലും ഇവരെ പിടിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. ഒരെണ്ണം വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഷാജിയേട്ടൻ ബക്കറ്റിലെടുത്ത് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ അത് തുള്ളിപ്പോയി. ഒരു രക്ഷയില്ല. അറഞ്ചം പറഞ്ഞ തുള്ളലി. എല്ലാവർക്കും നോക്കി നിൽക്കാന്നല്ലാണ്ട്. ആഹാ നോക്കിയേ, അവരെ മുന്നിലേക്കൂടെ ഏതാ പോകുന്നത്. അടുത്ത വലേൻ്റെ ഉള്ളിലെ വല കീറിക്കൊണ്ട് ഒരു പറക്കലി. നല്ല അടിപൊളി വലിയ സൈസ് മീനും എല്ലാം 2 കിലോനടുത്തുണ്ട്.
ഇനിയിപ്പോൾ തുള്ളുമ്പോൾ കൂട്ടാനെ കൊണ്ട് പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ഒരാൾ വടിയെടുത്ത് നടക്കുന്നുണ്ട്, ഒരാൾ കൂട്ടെടുത്ത് നടക്കുന്നുണ്ട്. നോക്കണം, വല ഇളക്കിയിട്ട് മീനെ പിടിക്കാൻ പറ്റാണ്ട് കൂട്ടിയെടുത്ത് നടക്കുന്ന അവസ്ഥ. ഒരാൾ കൂട്ടനെ കൊണ്ട് തച്ചിടാൻ നോക്കുന്നു, ഒരാൾ വടീനെ കൊണ്ട് തച്ചിടാൻ നോക്കുന്നു. അതാ ജസ്റ്റ് മിസ്. ആഹാ, അടിപൊളി മീൻ പിടുത്തം. ഇത് സംഭവം കുന്നരുവാണ്, നമ്മുടെ കുന്നൂരിലെ മഞ്ചല സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ മീൻ പിടിക്കാൻ വരാം. അടുത്തത് കിട്ടിയിട്ട കൂട്ടനെ മേലെ പറന്നുപോയി. എല്ലാരും വലയിളക്കി ശശിയായിട്ട് നോക്കി നിൽക്കുന്നു. വേറെ ഒരു രക്ഷയില്ല, നടുവിന് കൈ കൊടുത്ത് നോക്കി നിൽക്കുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ പറക്കുന്നു. ഇതാ അവസ്ഥ. ഇവര് വലയിളക്കി നോക്കിയെന്നോളൂ, മീൻ ഇങ്ങനെ പറന്ന് കിടന്നോളൂ. എന്തായാലും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. ഈ പൂമീൻ എന്നാലും ചെറുതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്, വലുതിനൊന്നും കിട്ടിയിട്ടില്ല. വലുതെല്ലാം രക്ഷപ്പെട്ടു. നമ്മ അടുത്തൊരു വീഡിയോയിൽ ഇവരെന്തായാലും പിടിക്കും. പിടിക്കുന്ന വീഡിയോ നമ്മളിടും. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് പിടിക്കും. ഇപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീനെ കാണിച്ചു തരാം. ഇതാ ഈ ചെറിയ ചെറിയ പൂമീൻ, ഇതിന് വലുതല്ല ഈ തുള്ളിപ്പോയത്. ഇതും ഇങ്ങനെ കടുവ, ചെറിയ ചെറിയ മീനെ ഇന്ന് നമുക്കിങ്ങനെ കിട്ടിയിട്ടില്ലു. കടുവ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ മീനെല്ലാം തുള്ളിപ്പോയിട്ടുണ്ട്. നമ്മളപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഈ വലിയ മീനെ പിടിക്കുന്ന ഒരു വീഡിയോ എന്തായാലും ഇടും. കാരണം അവരങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. നമ്മൾ എന്തായാലും അവരെ പിടിക്കും. ഇപ്പോൾ ഇവരിടുന്ന കിട്ടിയ മീനെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.